എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി, തടിക്കുളങ്ങര. ദൈവം പണിയുന്ന കുടുംബത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. നാവ് തീയാകുന്നു, തിന്മയുടെ ലോകം തന്നെ. അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്ത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു. ജീവിതചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. കുടുംബജീവിതത്തിലെ നാവെന്ന വാളിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതത്തെ തകർക്കുന്നത് പലപ്പോഴും തങ്ങളുടെ തന്നെ നാവാണെന്ന് ഭാര്യഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് അവകാശപ്പെടുന്നവർ പോലും വീണുപോകുവാൻ ഇടയാകുന്നത് ചില ദുർബല നിമിഷങ്ങളിൽ അവരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ്. ശരീരത്തിലെ ഒരു ചെറിയ അവയവം മാത്രമാണ് നാവ്, പക്ഷേ വലിയ ഒരു തീയാണത്. ശരീരത്തെ മുഴുവൻ ദഹിപ്പിച്ചു കളയുവാൻ കഴിയുമെന്നും അത് മരണകരമായ ഉഗ്രവിഷം നിറഞ്ഞതാണെന്നും യാക്കോബ് അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ ഭാര്യയെ ഓർ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവുകയില്ലെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഭാര്യഭർത്താക്കന്മാർ തങ്ങളുടെ പ്രവൃത്തിയിൽ, സംസാരത്തിൽ തൻ്റെ ജീവിത പങ്കാളിയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഭാര്യഭർത്താക്കന്മാർ തങ്ങളുടെ ഇരുതല മൂർച്ചയുള്ള നാവ് കൊണ്ട് ഒരാൾ മറ്റേ ആളിനെ നാവ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് കുടുംബജീവിതത്തിൽ സർവ്വസാധാരണയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ പോലും ഈ കൂട്ടത്തിലുണ്ട്. മാനസാന്തരപ്പെടാത്ത നാവുള്ളവർക്ക് യേശുവിൻ്റെ സ്നേഹവും സ്വാന്തനവും സമാധാനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ സൗമ്യതയും സ്നേഹവും സഹിഷ്ണുതയും ത്യാഗവും ക്ഷമയും വിശുദ്ധിയും വ്യക്തിജീവിതങ്ങളിലില്ല. ഇങ്ങനെ ഉള്ളവരുടെ സാത്താൻ വാക്കുവാദങ്ങളും വെല്ലുവിളികളും സൃഷ്ടിച്ച് അവരുടെ കുടുംബജീവിതത്തിൻ്റെയും സമാധാനം തകർത്ത് കളയുന്നു. ഭാര്യഭർത്താക്കന്മാർ അവരുടെ സംസാരം എപ്പോഴും ദൈവകൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം. വാക്കുകളിൽ സ്നേഹത്തിൻ്റെ ഭാഷ്യം നിറഞ്ഞു നിൽക്കണം. ഞാൻ ഒരിക്കൽ ആഫ്രിക്കയിൽ ഒരു സഭയിൽ ഭാര്യഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം അവരോട് എടുത്തു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ചേഞ്ചാക്കാൻ നോക്കാതെ നിങ്ങൾ സ്വയം ആദ്യം ചേഞ്ചാകുക. അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയും തന്നെത്താൻ ചേഞ്ചാകും. ക്ലാസ് കഴിഞ്ഞപ്പോൾ ചില വ്യക്തി ജീവിതങ്ങൾ എന്നെ വന്ന് കാണുവാനിടയായി. ഒരു കാര്യം അവർ എന്നോട് പറഞ്ഞത്, they promised one another to make a change in their married life and family. കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ സ്വന്തം നാവ് തന്നെയാണ്. നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതവും നിത്യതയും നഷ്ടമാകും. യേശു കർത്താവ് റോമൻ പടയാളിയുടെ അടികളേറ്റപ്പോൾ തൻ്റെ സഭയാകാന്തയ്ക്ക് വേണ്ടി എല്ലാം സഹിച്ചു. യേശുവിൻ്റെ മുഖത്ത് തുപ്പുകയും നിന്ദിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി എല്ലാം പൊറുത്തു. കർത്താവ് 3 ആണികളിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാഞ്ഞതിനാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതായത് തൻ്റെ സഭയ്ക്ക് വേണ്ടി സകലതും ദീർഘമായി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു.
കുടുംബജീവിതത്തിൽ ശോധനകളും രോഗങ്ങളും കഷ്ടങ്ങളും കടന്നു വരുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒരാൾ മറ്റേയാൾക്ക് വേണ്ടി സകലതും ദീർഘമായി ക്ഷമിക്കുകയും എല്ലാം പൊറുക്കുകയും എല്ലാം സഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോഴാണ് അവരുടെ കുടുംബജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ ജോലിയും ശമ്പളവും ക്വാളിഫിക്കേഷനും സൗന്ദര്യവും ഹാൻഡ്സമും ഇതൊന്നും ആയിരിക്കരുത് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. മറിച്ച് പരസ്പരം വിശ്വാസവും സഹകരണവും സ്നേഹവുമായിരിക്കണം. കുടുംബജീവിതത്തിൽ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, വേദനകൾ കടന്നു വരുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ കൂടുതൽ ദൈവത്തോട് അടുക്കണം. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ ശോധനകൾക്കായി ദൈവത്തോട് നാം നന്ദി പറയുക. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ കാണേണ്ടത് ദൈവം തനിക്ക് തന്നിരിക്കുന്ന ഒരു നന്മയും സഹായവും തക്ക തുണയുമായിട്ടായിരിക്കണം. അതുപോലെ തന്നെ തിരിച്ചും വേണം. ഭാര്യ ഭർത്താക്കന്മാരുടെ നാവിൽ നിന്ന് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും സഹകരണത്തിൻ്റെയും വാക്കുകൾ മാത്രം വെളിയിൽ വരണം. ഒരാൾ മറ്റൊരാൾക്ക് എപ്പോഴും നന്മകൾ നേരുവാൻ ഓർത്തിരിക്കണം. നന്മകൾ നേരുന്നവർ ആയിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ സ്വന്തം ഹൃദയത്തിലും പ്രാർത്ഥനയിലും അന്യോന്യം അനുഗ്രഹിക്കുമ്പോൾ, നന്മകൾ നേരുമ്പോൾ സ്നേഹം വർദ്ധിക്കും. മാത്രമല്ല ദൈവം അവരെ മറ്റുള്ള അനേകർക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കും. ചില ഭാര്യ ഭർത്താക്കന്മാർ ഈവൻ പ്രാർത്ഥിക്കുമ്പോഴും തമ്മിൽ ഭർത്താവിൻ്റെയോ ഭാര്യയോടോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് സർവ്വസാധാരണയാണ്. അത് ദൈവസന്നിധിയിൽ വലിയ പാവവുമാണ്. ഇങ്ങനെയുള്ള കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല. മറ്റു ചില ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം മറന്ന തങ്ങളുടെ മക്കൾക്കും സ്വത്തിനും വേണ്ടി ജീവിക്കും. വേണ്ടതുപോലെ അന്യോന്യം ജീവിത പങ്കാളിയെ കരുതുകയില്ല, സ്നേഹിക്കുകയില്ല. മക്കൾ പ്രായമായി ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ് അവരുടെ പാട്ടിന് പോകും. ഇങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ നിരാശയിലും നെടുവീർപ്പിലും വാർദ്ധക്യം തള്ളി നീക്കുന്നു. അങ്ങനെയുള്ളവരെ നമുക്ക് അനേകരെ കാണുവാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടും അങ്ങനെയുള്ളവർ അനേകരുണ്ട്. കുടുംബജീവിതത്തിൽ ഭാര്യ തനിക്ക് വേണ്ടിയല്ല ഭർത്താവിന് വേണ്ടിയായിരിക്കണം ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ ഭർത്താവ് തനിക്ക് വേണ്ടിയല്ല ഭാര്യയ്ക്ക് വേണ്ടിയായിരിക്കണം ജീവിക്കേണ്ടത്. ഇതാണ് ഒരു സമർപ്പണ ജീവിതം. ഭാര്യ ഭർത്താക്കന്മാർ ഒത്തൊരുമിച്ച് ദൈവസ്നേഹത്തിൽ, ദൈവത്തിനായും അന്യോന്യം സ്നേഹത്തിലും സ്വന്തം കുടുംബത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി ജീവിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഭവനത്തിൽ സമാധാനവും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. കുടുംബത്തിൽ കർത്താവ് എപ്പോഴും വസിക്കണം. കർത്താവ് നമ്മുടെ കുടുംബത്തിൽ വസിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. ഒന്നാമതായി ദൈവിക ചട്ടങ്ങൾ കുടുംബത്തിൽ വേണം. 2, കുടുംബ പ്രാർത്ഥന നിരന്തരമായി കുടുംബത്തിൽ വേണം. 3, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ ഭവനത്തിൽ വേണം. 4, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ ടേക്ക് കെയർ ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെയുള്ള ഭവനത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമുണ്ടായിരിക്കും. ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും. സമാധാനം നിറഞ്ഞു കവിയും. സ്തോത്രം. ഇന്ന് സ്ത്രീ എന്ന ബലഹീന പാത്രത്തെക്കുറിച്ച് അനേകർ ഇന്ന് പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ഇമ്പോർട്ടൻസ് സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലികളും ഇപ്പോൾ സ്ത്രീകളും ചെയ്യുവാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. രാഷ്ട്രങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഈവൻ സ്പേസ് ക്രാഫ്റ്റിനെ പോലെയും നിയന്ത്രിച്ചുകൊണ്ട് സ്ത്രീകൾ തങ്ങളുടെ കഴിവുകളെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ആത്മീയ ലോകത്ത് പൗരോഹിത്യ പദവിയിലേക്ക് സ്ത്രീകൾ ഉയർത്തപ്പെട്ടതോടെ പരമ്പരാഗതമായി പുരുഷൻ്റേത് മാത്രമായിരുന്ന ആ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് സ്ത്രീകൾ തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെ സമത്വത്തിന് വേണ്ടിയും വിമോചനത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ശബ്ദമുയർത്തുമ്പോഴും ഒരു കാര്യം മറന്നു പോകരുത്, താൻ ഒരു ഭാര്യയാണ്, അമ്മയാണ് എന്നുള്ള യാഥാർത്ഥ്യം. പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആദിമസഭയിൽ പരിശുദ്ധാത്മാവിൽ ഭാര്യഭർത്താക്കന്മാർ ഇരുവരും അവരുടെ കുടുംബജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരുവാനും ഭാര്യഭർത്താക്കന്മാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ ആവർത്തിച്ച് പ്രബോധിപ്പിക്കുന്നുണ്ട്. ഭാര്യ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. എഫേസ്യ ലേഖനത്തിൻ്റെ ഈ 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നാം നോക്കുമ്പോൾ ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. അപ്പോസ്തലനായ പൗലോസ് ആദിമസഭയിൽ വിശ്വാസികളെ ഉപദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കുവിൻ. വിധേയമായിരിക്കുക എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ ഒരു സൈന്യം പ്രബലമായ മറ്റൊരു സൈന്യത്തിന് കീഴടങ്ങുന്നത് പോലെയുള്ള അവസ്ഥയല്ല. പ്രത്യുത തൻ്റെ ഭർത്താവ് തൻ്റെ തലയാകുന്നു. അത് സമ്പൂർണമായി അംഗീകരിക്കുകയും തലയില്ലെങ്കിൽ ഉടലായ തനിക്ക് യാതൊരു നിലയും വിലയുമില്ലെന്ന ബോധ്യത്തോടുകൂടെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്ക് ഈ ഗുണങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കഴിയാത്തത് പലപ്പോഴും അവരുടെ വലിയ വലിയ പദവിയും പൊസിഷനുമാണ്. കുടുംബജീവിതം തകർന്ന് വിവാഹമോചനം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതും തലമുറകളുടെ ഭാവികൾ തകർന്ന് ഉടയുന്നതും ഭാര്യഭർത്താക്കന്മാർ തങ്ങളുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതും പലപ്പോഴും നാവെന്ന തീയാണ്. രണ്ടാമത് ഞാൻ എന്ന ഉന്നത ഭാവം. പഴയ ഹൃദയം മാറ്റി പുതിയ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായിത്തീരണം. തമ്മിൽ ഹൃദയംഗമായി സ്നേഹിക്കണം. ഇനി നാം നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നാം എവിടെ നിൽക്കുന്നു? ഒരു പുതിയ ഹൃദയത്തിൻ്റെ ഉടമയായി തീരുവാൻ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ദൈവം നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ആമേൻ. ആമേൻ.